പ്രേമോ യെസ് പ്രേമ ഒരു സോഡ എങ്ങനത്തെ അല്ല പ്രേമേട്ടാ, ഞാൻ ഇതല്ലല്ലോ ചോദിച്ചേ. ചോയ വ്യത്യാസമുള്ളൂ, കിക്കൊക്കെ ഒരുപോലെയാ. എന്തായാലും ചൂടായി കിട്ടിയാ മതി. അല്ല നിങ്ങൾ വക്കീല? വക്കീലായിട്ട് ആൾക്കാരെ കോടതിയിൽ നിർത്തി പൊരിക്കണം നിന്റെ ആഗ്രഹം, അത് നടന്നില്ല. അതുകൊണ്ട് കുടിപ്പിച്ച് കിടത്തി ആശ തന്നെ. മോനെ, ഇത് സ്കൂൾ ക്യാൻറ്റീനല്ല, ഇവിടെ ചോറൊന്നും വിളമ്പില്ല. ഏട്ടാ ഒരു ഫുള്ള് വേണം. ഫുള്ളോ? ആ പെട്ടെന്ന് ചൂടാവുന്നേ. ഈ ആള് മോശമില്ലല്ലോ. ഏതാ സ്കൂള്? സോമവിലാസം. അതുകൊണ്ടാണ് ഈ സോമനടിക്കാൻ വന്നത്. സോമനടിയാ? മോനെ, പുരാണത്തിൽ ഇതിന് സോമരസം എന്നാ പറഞ്ഞിട്ടുണ്ടായിന്ന്. ദൈവങ്ങളൊക്കെ ഇതല്ല അടിച്ചോണ്ടിന്ന്. അതുകൊണ്ട് ഞങ്ങൾ മായിക്കാർ പൊതുവെ ഇതിനെ സോമനടി എന്നാ പറയാ. ഒന്ന് വേഗം എടുക്കേട്ടാ. ഈ ഭയങ്കര പൈസക്കാരനല്ലേ മോനെ. ശരിക്കും എന്താ എന്റെ പ്രശ്നം? ആ അനഘ എന്നെ തേച്ച് ഓളെന്നെ 2 കൊല്ലം പ്രേമിച്ചതാ. ഇപ്പൊ ഓക്കാ നവനീതനോടാ പ്രേമം. അതൊന്നും വിഷയാക്കണ്ട. ഇപ്പോഴത്തെ പെൺകുട്ടിക്ക് തേപ്പൊരു രസാ. ഈ ഒരു കാര്യം ചെയ്യും, ഒരു തേപ്പ് പൊട്ടി ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. അനക്കിപ്പോ എത്ര വയസ്സായി? 17. ഒരു 18 വയസ്സാകുമ്പോ ആ സമയത്ത് നമുക്ക് എല്ലാ ദിവസവും ഒരു കസേര അവിടെ മാറ്റിയിടും പോരെ? ചെല്ലു. അല്ലട്ടാ പൈസ അത് ആ സമയത്ത് ടിപ്പ് കുറയ്ക്കാം. ടിപ്പോ? ഇയാൾ ഇങ്ങനെ വരെ ഉണ്ടാക്കുമല്ലോ. ഇപ്പം കുപ്പിയൊന്നുമില്ല മോനെ, ഭയങ്കര തിരക്കാ. ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം കല്യാണപ്പുരേ കാണാം. വെള്ളം മൂപ്പര് ഗൾഫിൽ നിന്ന് വരാനോ? വിളമ്പി കൊടുക്കടാ. എടാ സ്റ്റീലിന്റെ ചെക്കിൽ കുടിക്കുന്ന ഹാനികരാട്ടോടാ. 2 കുട്ടികളും തള്ളിയും തലേ കുടുംബം മനസ്സിലായിക്കോളൂ എന്താ ഹാനികരം. ഈ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, കുട്ടികളൊക്കെ ഞാൻ നോക്കിക്കോളും. കുറച്ച് വെള്ളമൊഴിക്കും. കട്ടൻ ചായ വിത്തൗട്ട് വേണ്ടല്ലേ? ശരിക്കും ബിരിയാണി കണ്ട് ഉഷാറല്ലേ? ബിരിയാണിയൊക്കെ ഉഷാറല്ലേ? എന്തായാലും നമ്മുടെ കാര്യം നടക്കട്ടെ. ഓവർ ഓവർ. നല്ല ചിക്കൻ. ആ പ്രേമേട്ടാ, അല്ലെന്ന് നിങ്ങളെ കല്യാണത്തിന് വിളിച്ചോ? ഇല്ല, പക്ഷെ ഞാൻ ഒരു ബിസിനസ് മീറ്റിംഗ് ആയിട്ട് കരുതിയിട്ടുണ്ട്. പോട്ടെ. കഴിഞ്ഞ ആഴ്ച കണ്ടൊരു പെണ്ണ്, അതും മുടങ്ങി. എന്തുറ്റി? അല്ല പ്രേമേട്ടാ, നിങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്താ പെണ്ണിട്ടാത്ത? ഞാനത് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. പ്രേമ, എന്താ പ്രശ്നം? തള്ളകാരനാണോ ഇതൊക്കെ മുടങ്ങുന്നത്? ഒന്നും പറയണ്ട. ഞാൻ പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടുകാർ എന്നെ പറ്റി അന്വേഷിക്കാൻ വരുമല്ലോ. തള്ളയാണ് 24 മണിക്കൂറും വെള്ള. വീട്ടിൽ വന്നിട്ട് പ്രേമന്റെ വീടല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ തള്ള പറയും പ്രേമം ബാറിലാണ്. അതിലെന്താ തെറ്റ്? എടോ, ബാറിൽ പണിയാന്നുള്ള തള്ള പറയണ്ടേ? പെണ്ണ് കിട്ടുക. എനിക്ക് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരും കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കും. പ്രേമേട്ടാ, കുത്തിയിരുന്ന് മുടക്കും ഞാൻ. എന്റെ തള്ളന്റെ മയത്തിനയ്യോ കല്യാണം മുടക്കി. ഇപ്പൊ തള്ളയ്ക്ക് ഒരു 500 സാധനം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ചോറ് പോലും കിട്ടും. ഞാനത് കൊണ്ടു കൊടുക്കട്ടെ. അപ്പൊ ഗുഡ് നൈറ്റ്. ഹലോ, ആരാ? റാസ്കൽ, ഇത് LPG ഗ്യാസ് ഹൗസ് അല്ല, ഇവന്റ് മാനേജ്മെന്റ്. എത്ര പറഞ്ഞാലും ചോദിച്ചോണ്ടേയിരിക്കും. ലളിത പത്മൻ ജി LPG, അതാണ് എന്റെ പേര്. ശമ്പളം തരാനൊന്നുമില്ലല്ലോ. നേരം പോയി ചെല്ലടാ, ഞാൻ ഒന്നും കൂടെ അടിച്ചു വരാം.
എന്റെ ജോലിക്കാർ അത്യാവശ്യം വൃത്തിയും മനോഹരവും വേണം. അറ്റ്ലീസ്റ്റ് എന്നെ പോലെങ്കിലും. ആവശ്യത്തിന് ഒരുത്തിനും കിട്ടൂല. എന്താ മുടി കെട്ടാനോ? അതെന്റെ ആവശ്യത്തിന് നല്ല ഭംഗിയാക്കണം കേട്ടാ. ഈ കഴുതകളെല്ലാം അവിടെ പോയി എല്ലാത്തിനും നീ ഡിസ്മിസ് ചെയ്യും. ഓ സോറി. ഇങ്ങനെ ഞാൻ പണ്ടൊരുപാട് പെൺകുട്ടികൾക്ക് മുടി കെട്ടി കൊടുത്തു. അവരൊക്കെ ഇന്ന് വലിയ സിനിമാ നടിമാരായി. നിന്റെ ഒരു ഭാഗ്യം. പുട്ടാണല്ലേ കഴിച്ചേ? അല്ല പൂരിയാന്ന്. ആന്താ ചോദിച്ചു നീ? നല്ല തള്ളാണല്ലോ. വേടെ പോയിടോ എല്ലാരും. ഭയങ്കര ഗ്യാസിന്റെ കംപ്ലൈന്റ്. ഗ്യാസിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടല്ലേ? നല്ലോണം കഴിക്കുന്നത് കുറച്ച് കുറക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നിലനിന്ന് പോണം. നിങ്ങൾ പോയാലും കൃത്യമായി പൈസ എത്തിക്കുന്നില്ല. പണിയെടുക്കുന്നതിന് പോകുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് വെച്ച്. അപ്പോ 2 മാസത്തെ വാടക പെൻഡിങ് ആണ്. 2 മാസത്തെ 2 മാസത്തെ ആ ബില്ലിലുണ്ട്. വേണ്ട, അങ്ങോട്ട് നോക്കണ്ട. അതല്ല ഞാൻ നോക്കുന്നുണ്ട്. എല്ലാം റെഡിയാക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ പോയി കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടോട്ടെ. അതാണ് വെച്ച്. യൂണിഫോം ഇടണം, അപ്പൊ പോണം, വൃത്തിയായിട്ട് പോണം, എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കണം. പൈസ വളരെ പ്രധാനമാണ്. നമ്മുടെ കമ്പനി നിലനിൽക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, ശമ്പളം വേണ്ടേ? 1 മാസം ശമ്പളം തന്നില്ലെങ്കിൽ കുഴപ്പാക്കുന്നില്ലേ? ഇല്ലേ? ഉണ്ട്. ഓ പോയിട്ട് വാ. പോയിട്ട് വരാം. എന്തിനാ ദിവസം കഴിക്കുന്നത്? പോയിട്ട് വാടാ. പോ എടീ പോ. മോളെ ഒന്നും പേടിക്കാനില്ല. ഞാനല്ലേ പറയുന്നത്, ഇതൊക്കെ സാധാരണ നടക്കണല്ലേ മോളെ. മോളെ മോളെ രാത്രി ഓരോ തുണ്ടുപടം കണ്ട് കിടക്കും. പണ്ടാണ് കൊടുത്തു. ഇന്ന് ഞാൻ പൊടിക്കും. ആശിച്ചവൻ ആകാശത്തുനിന്നൊരാനെ കിട്ടി, ആകാശവും കൂടെ പോന്നെ. അയ്യോ ഇന്റർവ്യൂ ഏറ്റോട് വിളിക്കാൻ പറഞ്ഞത്. ഏത് ഇന്നലെ രാത്രി സ്വപ്നം കണ്ടത്? അതന്നെ. പക്ഷെ നേരല്ല, ഒരു ഇന്റർവ്യൂ ഉണ്ട്. കണ്ടത് പറയാനാണ്, ഒരുപാട് പറയാണ്ട്. ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വേഗം വരാം. എന്നാ എന്റെ ബ്രഷ് നേരല്ല. ഈ പഴയമാരില്ല. അമ്മ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറഞ്ഞോടാ. ഏയ് എന്റെ ഫ്രഞ്ച് മുത്തച്ഛനൊന്നല്ലടാ, അയാളത് വായോണ്ട് ഇലത്താളടിക്കുന്നത്. അയ്യോ ഞമ്മക്കെന്ന്. ഏയ് അമ്മയ്ക്കൊന്നല്ലടാ. അമ്മ എനിക്കിഷ്ടപ്പെട്ടവന്റെ ഒപ്പം ഞാൻ പോകുന്നു. ഈ നരകം എനിക്ക് മതിയായി. ഇന്നലെ എന്റെ പിറന്നാളായിട്ട് ഇവിടെ വീട്ടിൽ വരാത്തൊരു ഏട്ടൻ, ഏത് നേരം കുറ്റം മാത്രം പറയുന്ന ഒരു അമ്മ. ഇവിടുന്ന് എനിക്കൊരു മോചനം വേണം. 24 മണിക്കൂറും പുകവലി മുറുക്കാനായിട്ട് തുപ്പി നിറയ്ക്കുന്ന ഒരു മുത്തശ്ശൻ. ഭ്രാന്ത് പിടിക്കുന്നതിന് മുന്നേ ഞാൻ എന്റെ ത്രിവിനേട്ടനോടൊപ്പം പോവാ. അതെ, അലമാരയിൽ നിന്ന് 2 പവന്റെ മാലയും 2 വളയും ഞാൻ എടുക്കുന്നുണ്ട്. എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട എന്ന് ത്രിവിനേട്ടന്റെ മാത്രം മിഷൻ. നിന്നെ നോക്കുന്നുണ്ടല്ലോ. ഏതോ കേസ് കേട്ടാന്നാ തോന്നുന്നു. ഓന്റെ നോട്ടം കണ്ടറിയാം മുഴുകുട്ടിനാ. നിനക്ക് പിന്നെ ആരെയും നല്ലതായിട്ട് തോന്നുന്നു. ഇനി വന്നോട്ടെ. ഇനി ഒരെണ്ണം കവള് ചേർത്ത് വെച്ച്. ഈ ഒക്കെ ഒരു ആണാണോ? നിന്റെ പെങ്ങളാണെങ്കിൽ ഇടിച്ചിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. സെൽഫി എടുത്ത് ഞാൻ കൊല്ല. യു മമ്മി ആൻഡ് യു ബ്രോ. യോ നമ്മളൊക്കെ സുഹൃത്തുക്കളാ. നീ എന്തിനാടി എന്നെ എത്തിയിരിക്കുന്നത്? നീ വാ, നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് വേണ്ട നിങ്ങളുടെ സ്നേഹം. എന്തിനെങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ഞങ്ങളൊന്ന് ജീവിച്ചു പോയിക്കോട്ടെ. മമ്മി ഡോണ്ട് വറി, ഒന്നും അല്ലെങ്കിലും എന്റെ കൂടെ അല്ലേ. മമ്മി ഒന്ന് ചിരിച്ചേ, നമുക്കൊരു സെൽഫി അങ്ങ് അടിക്കാം. ബ്രോ സ്മൈൽ. ഒന്നും അല്ലെങ്കിലും നമ്മളൊക്കെ ഒരു കുടുംബമായില്ലേ. ബ്രോ വാ സെൽഫി. മമ്മി പോയി.
അല്ലടോ ഈ ന്യൂ ജനറേഷൻ പിള്ളേര് ഭ്രാന്തന്മാരുണ്ടാവോ? അങ്ങനെയുണ്ട്, ചരിത്രമുണ്ട്. എന്താ? അമ്മേ, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് യുവന്മാരെ പോലുള്ളവരെ മതി. മക്കളുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കാതിരിക്കുന്നതന്നെ നല്ലത്. ഒടുക്കത്തെ സീരിയലാണ്. ഒരു ന്യൂജ. മാഡം, ഞങ്ങൾക്ക് സംഘടനയൊക്കെ ഉണ്ട് കേട്ടോ. ആണോ? അറിഞ്ഞില്ല. കേട്ടല്ലോ, ഇതാണ് അവസ്ഥ. ഹലോ, ഒരു മിനിറ്റ്. സെൽഫി എടുക്കാൻ എനിക്കെന്താ ഭ്രാന്താണല്ലോ. ഒരു കാര്യം പറയട്ടോ. ഈ ഭ്രാന്തന്റെ കാര്യം കണ്ടിട്ട് പോരാ. ജസ്റ്റ് മിനിറ്റ്. പറ ഭ്രാന്ത. അതായത് എന്റെ വള മാല. എക്സ്ക്യൂസ് മീ, വൈ? എടോ, ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞാലേ വല്ലാത്തൊരു സാധനം. അതുകൊണ്ട് പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ചൂണ്ട കുടിക്കാൻ മീന്റെ മാതിരി കൊറേയാണ്ട് വലിച്ചാണ്ട് കൊണ്ടുപോകും. ഒന്നെങ്കിൽ നങ്കീസ് പൊട്ടും, അല്ലെങ്കിൽ മീൻ ചാവും. എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ല കേട്ടാ. ഇന്നലെ രാത്രി 1 മണിക്ക് ഒറ്റയ്ക്ക് ആ പെണ്ണിനെ വിളിച്ചിറക്കൊണ്ട നാളെ ഞാൻ. അയ്യോ, എനിക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്ത് തരണോ? ഒരു 2000 എടുത്ത്. എന്തിന്? അല്ലടോ, എനിക്കൊരു അളിയനെ വേണ്ടേ? 2000 റുപ്യക്ക് ഒരു അളിയനെയൊക്കെ കിട്ടും. 5000 ഒരു അച്ഛനെ വരെ ഒപ്പിച്ചു കൊടുക്കും. പിന്നെയാണ് അളിയ മതി, അളിയ മതി. 2000 റുപ്യ എനിക്കറിയാം. വെള്ളം അടിക്കാനല്ലേ? അല്ല, എത്തിങ്ങാനല്ലേ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ. 2000 റുപ്യക്ക് നടക്കൂ? ഏട്ടാ, ബേബി, കല്യാണം നടക്കട്ടെ. വരുന്നു. ഒരു സെക്കൻഡ് പോലും എന്നെ കാണാതിരിക്കാൻ കഴിയില്ല. ഏട്ടാ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, 2000 രൂപയുടെ ചെറിയൊരു ചാരിറ്റി പ്രവർത്തനം, ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ വിവാഹം, എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു. മനു, സോമനടുക്ക് 2000 പെട്ടി. അനക്കോണ് ഒരു അളിയനായിട്ട് കണ്ടുവിടറോ? പറ്റോ? ഒരു വണ്ടി കിട്ടുമോ? പല്ലൂര് പോയി 2 പെഗ് അടിക്കല്ലേ നമുക്ക്? പോലീസ് ജീപ്പ് മതിയാ?